ചലനങ്ങൾ. രാജി വീട്ടിൽ നിന്നും കുറച്ചുനേരം ഫ്രീ ആയപ്പോൾ നേരെ അയലത്തെ രാധാൻ്റിയുടെ വീട്ടിൽ കയറി. എന്നും പതിവ് പോലെ രാധാൻ്റിയുടെ റൂമിലേക്ക് അവൾ പെട്ടെന്ന് കയറി ചെന്നപ്പോൾ ആൻറ്റിയുടെ മുറിയിലെ കാഴ്ച കണ്ട അവൾ ഒരു നിമിഷം തരിച്ചു നിന്നുപോയി. അയ്യേ, എന്താണിത്? ഇങ്ങനെ പച്ചയായി കാണുന്നത് ആദ്യമായാണ്. ഛേ, പൂവിതളുകളിൽ രണ്ട് തേനീച്ചകൾ മത്സരിച്ച് കുത്തിമറിയുന്നത് അവൾ കണ്ടിട്ടുണ്ട്. പൂമ്പാറ്റകളും ഇതുപോലെ ഒരു പൂവിൽ നിന്ന് മറ്റൊന്നിലേക്ക് തമ്മിൽ പറ്റിച്ചേർന്ന് അടർന്നു മാറാതെ രമിച്ചു പിടയുന്നതും. ഒരിക്കൽ പാടവരമ്പത്ത് രണ്ട് നാഗങ്ങൾ കിടന്ന് പൊളയുന്നതും ഏതാണ്ട് ഇതേമാതിരി തന്നെ. പക്ഷേ ഇവിടെ ഒരു വ്യത്യാസം മാത്രം. ഇത് മനുഷ്യരാണ്. ജീവിതത്തിൽ ആദ്യമായാണ് വേഴ്ച ചെയ്യുന്ന പച്ച മനുഷ്യരെ രാജി നേരിൽ ഇങ്ങനെ കാണുന്നത്. അവൾ പതിയെ തൻ്റെ മൊബൈൽ ഫോൺ ഉയർത്തി ആ ദൃശ്യങ്ങൾ പകർത്തി. ആർത്തിരമ്പി ഇരുവശത്തു നിന്നും കുതിച്ചു വരുന്ന നദിയുടെ സംഗമം പോലെ, ജലഭാരത്താൽ വിങ്ങിപ്പൊട്ടുന്ന മേഘങ്ങൾ അടർന്നു വീണ് ഭൂമിയിലേക്ക് പതിക്കും പോലെ, അത്രയും ആഘാതമാർന്ന ലഹരിയിലാണ് അവർ. അതുകൊണ്ട് തന്നെ പാതി തുറന്നു കിടക്കുന്ന വാതിലിന് പിന്നിലുള്ള രാജിയുടെ പാദചലനങ്ങളും വിശ്വാസങ്ങളും അകത്തുള്ളവർ അറിഞ്ഞതേയില്ല. ആദ്യം നാണം തോന്നിയെങ്കിലും അവൾക്കത് കണ്ടു നിൽക്കാനുള്ള കൊതി കൂടിക്കൂടി വന്നു. തൻ്റെ ഉറ്റ കൂട്ടുകാരി മീനുവിൻ്റെ മമ്മിയാണെന്ന് പോലും അവൾ മറന്നു. മൊബൈൽ ക്യാമറയിലൂടെ ആ കാഴ്ച കണ്ടു നിന്ന അവളുടെ ശരീരം എന്തിനൊക്കെയോ വേണ്ടി ത്രസിക്കുന്നത് അവൾ അറിഞ്ഞു. അകത്തെ സീൽക്കാരങ്ങൾ അവളുടെ ശിരസിൽ കാമാഗ്നി പടർത്തി. പെട്ടെന്ന് തൻ്റെ ശരീരത്തിൽ വന്ന മാറ്റങ്ങൾ അവൾ ശ്രദ്ധിച്ചു. തൻ്റെ കടിപ്രദേശം എന്തിനോ വേണ്ടി വിങ്ങിപ്പൊട്ടുന്നത് അവൾ അറിഞ്ഞ നിമിഷം സ്ഥലകാലബോധം വീണ്ടെടുത്തു. തൻ്റെ ഉറ്റ കൂട്ടുകാരിയുടെ അമ്മ, അതിലുപരി അവളുടെ എല്ലാമായ മിഥുവിൻ്റെ മമ്മി, അവിടെ ഇടയ്ക്ക് വരാറുള്ള രവിയങ്കളുമായി. അത് ഓർത്തപ്പോൾ അവൾക്ക് വല്ലാത്ത ലജ്ജ തോന്നി. മിഥുൻ ചേട്ടനും മീനുവും ദൂരെ എവിടെയെങ്കിലും പോയിട്ടുണ്ടാവും. അതാണ് രാധാൻ്റിയുടെ പരിസരം മറന്നുള്ള കെട്ടിമറിഞ്ഞുള്ള കളികൾ. എത്ര നേരം അവൾ അവിടെ നിന്നുവോ അത്രയും നേരം ആ ചൂടൻ രംഗങ്ങൾ അവളുടെ മൊബൈൽ റെക്കോർഡ് ചെയ്യുകയായിരുന്നു. കാരണം ആ കാഴ്ച കുറേ സമയം അവളെ മറ്റൊരു ലോകത്തേക്ക് കൊണ്ടുപോയിരുന്നു. എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ കുറേ നേരം അവൾ വാ പൊളിച്ചങ്ങനെ നിന്നു. കുറച്ചു നേരത്തെയാണ് മൊബൈൽ സർവീസ് ചെയ്യുന്ന രാജിയുടെ ചേട്ടൻ മീനുവിൻ്റെ ഫോൺ നന്നാക്കി അവൾക്ക് കൊണ്ടുകൊടുക്കാൻ വേണ്ടി രാജിയുടെ കയ്യിൽ തന്നുവിട്ടത്. രാജിയുടെ വീടിൻ്റെ തൊട്ടയലത്താണ് രാധാൻ്റിയുടെ വീട്. കുറച്ച് വർഷങ്ങൾക്ക് മുൻപാണ് രാധാൻ്റിയുടെ ഭർത്താവ് മരണപ്പെട്ടത്. സാമാന്യം നല്ല സാമ്പത്തിക ശേഷി ഉണ്ടാക്കിയിട്ടാണ് പുള്ളി പോയത്. അതുകൊണ്ട് തന്നെ രാധാൻ്റി ടൗണിലുള്ള അല്ലറ ചില്ലറ ബിസിനസ് കാര്യങ്ങളൊക്കെ നോക്കി മക്കളെ വളർത്തി ആ വലിയ വീട്ടിൽ ജീവിക്കുന്നു. തൻ്റെ ചേട്ടൻ തന്ന മീനുവിൻ്റെ ഫോണും പിന്നെ തൻ്റെ ഫോണും കയ്യിലെടുത്ത് അവൾ നേരെ രാധാൻ്റിയുടെ വീട്ടിലേക്കുള്ള ഗേറ്റ് തുറന്നു. കോമ്പൗണ്ടിനുള്ളിൽ നല്ലൊരു ഗാർഡനുണ്ട്. നല്ല ഭംഗിയായി വിടർന്നു നിൽക്കുന്ന പൂക്കൾ. അതൊക്കെ നല്ല വില കൂടിയ ചെടികളാണ്. അതിൻ്റെ ഭംഗി കണ്ട രാജി തൻ്റെ മൊബൈൽ വീഡിയോ ഓൺ ചെയ്തു. ഓരോ പൂക്കളുടെയും കാറ്റിലുലയുന്ന അതിൻ്റെ ചലനങ്ങളെയും അവൾ പകർത്തിയെടുത്തു. പിന്നെ അവൾ രാധാൻ്റിയുടെ വീട്ടിനുള്ളിലേക്ക് കയറി. പുറത്ത് ആരെയും അവൾ കണ്ടില്ല. വീഡിയോ റെക്കോർഡിൽ തന്നെയുണ്ട്. അവൾ മീനുവിൻ്റെ ബെഡ്റൂമിലേക്ക് പോയി. ആ വീട്ടിൽ അവൾക്ക് പണ്ടേ സ്വാതന്ത്ര്യമാണ്. ഒരംഗത്തെ പോലെ എവിടെയും കയറി ചെല്ലാം. രാധയ്ക്കും അവളെ ഇഷ്ടമാണ്. മീനയുടെ ബെഡ്റൂമിൽ ആരുമില്ല. മീനയെ വിളിച്ചാലോ എന്നവൾ ആലോചിച്ചുകൊണ്ട് നേരെ അടുക്കളയിൽ ചെന്നു. അവിടെയും ആരെയും കണ്ടില്ല. രാധാൻ്റിയുടെ റൂമിലായിരിക്കുമോ എല്ലാവരും, അവൾ ചിന്തിച്ചു. അത് മുകളിലാണ്. അവൾ കൈവരിയുടെ സൗന്ദര്യമൊക്കെ മൊബൈലിൽ ഒപ്പിയെടുത്തുകൊണ്ട് മുകളിലേക്ക് പതുക്കെ നടന്നു. അങ്ങനെയാണ് അവൾ രാധാൻ്റിയുടെ റൂമിന് മുന്നിൽ എത്തിയതും അവരുടെ കേളിവിലാസങ്ങൾ കാണുന്നതും. ഇനി ഒരു നിമിഷം ഇവിടെ നിൽക്കാൻ പാടില്ലെന്ന് അവൾക്ക് തോന്നി. തന്നെ അവർ കണ്ടാൽ സ്വർഗത്തേരിലെ രതിസുഖ സാമ്രാജ്യത്തിൽ നിന്നും അവരിപ്പോൾ ഭൂമിയിലേക്ക് ഇറങ്ങി വരുമെന്ന് അവൾക്ക് മനസ്സിലായപ്പോൾ അവൾ വേഗം താഴേക്ക് ഇറങ്ങി. മീനുവിൻ്റെ ഫോൺ അവളുടെ ബെഡ്റൂമിലെ മേശപ്പുറത്ത് വെച്ച് വേഗം അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങി വീട്ടിലേക്ക് പോയി. ദിവസങ്ങൾ കടന്നുപോയി. രവിയങ്കിൾ മിഥുവിൻ്റെയും മീനുവിൻ്റെയും കണ്ണിൽ പൊടിയിട്ട് അവിടെ വന്ന് രാധാൻ്റിയെ കളിപ്പിച്ചു പോകുന്നത് രാജി പലപ്പോഴും കാണാറുണ്ട്. പഠിപ്പിൽ ഉഴപ്പിയായ മീനുവിനെ കെട്ടിച്ചു വിടാൻ തീരുമാനമായി. രാധാൻ്റിയുടെ പണത്തിൻ്റെ പവറിൽ സാമ്പത്തികമായി തരക്കേടില്ലാത്ത കുടുംബത്തിൽ നിന്നും ഒരു ബന്ധം അവൾക്ക് കിട്ടി. ആ വിവാഹാവസരത്തിൽ രാജിക്കും മിഥുനും ഒരുപാട് സ്വപ്നങ്ങൾ പങ്കുവെക്കാനും പ്രണയസല്ലാപത്തിൽ ഏർപ്പെടാനും നല്ല മുഹൂർത്തങ്ങൾ ഒത്തുവന്നു. വീടിൻ്റെ പല ഭാഗങ്ങളിലും വെച്ച് രാധ രാജിയെയും മിഥുനെയും ഒന്നിച്ചു കണ്ടു. സംശയം ഉടലെടുത്ത അവർ അവനോട് നേരിട്ട് കാര്യങ്ങൾ ചോദിച്ചു. അമ്മയോട് അവനെല്ലാം തുറന്നു പറഞ്ഞു. നോ, ഇതിന് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. രവി അങ്കിളിൻ്റെ ബന്ധത്തിലുള്ള ഒരു പെൺകുട്ടിയെ ഞാൻ നിനക്ക് വേണ്ടി ആലോചിച്ചിരിക്കുകയാണ്. നീ അവളെ കെട്ടിയാൽ മതി. അമ്മയുടെ പ്രതികരണം കേട്ട് മിഥുൻ അന്തം വിട്ടു നിന്നു. അവളെ ഞാനിനി ഈ പടിപ്പുറത്ത് കേട്ടില്ല. രാധ മകനെ നോക്കി ആക്രോശിച്ചു.
മീനുവിന്റെ വിവാഹത്തോടു കൂടി രാജിക്ക് ആ വീട്ടിലേക്കുള്ള പ്രവേശനം നിഷേധിച്ചു. എന്നാൽ കാര്യമെന്തെന്ന് അവൾ അറിഞ്ഞതുപോലുമില്ല. ഒരു ദിവസം അവിചാരിതമായി രാധാന്റിയുടെ പൂന്തോട്ടത്തിൽ അവൾ എത്തി. കല്യാണപ്രായമായി നീ എന്താ ഇവിടെ ചുറ്റിത്തിരിയുന്നത്? ഇപ്പോൾ ഇവിടെ മീനു ഇല്ലല്ലോ, മാത്രമല്ല ഒരു യുവാവുള്ള വീടും. നോക്കൂ രാജി, ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇവിടത്തേക്ക് വന്നാൽ മതി കേട്ടോ. ഒട്ടും മയമില്ലാത്ത രാധ രാജിയോട് പറഞ്ഞു. ഒന്നും മിണ്ടാതെ രാജി ഗേറ്റിന് പുറത്തു കടന്നു. അവൾ പോയപ്പോൾ രാധ ഗേറ്റ് വലിയ ശബ്ദത്തോടെ പൂട്ടി. രാധാന്റി തന്നോട് അങ്ങനെ പെരുമാറിയ കാര്യം അവൾ മിഥുനോട് പറഞ്ഞു. മീനുവിന്റെ കല്യാണ സമയത്ത് തന്നെ നമ്മുടെ പെരുമാറ്റത്തിൽ മമ്മിക്ക് സംശയം തോന്നിയിരുന്നു. എന്നോട് അതേക്കുറിച്ച് ചോദിച്ചപ്പോൾ ഞാനുള്ള സത്യം പറഞ്ഞു. അപ്പം തന്നെ മമ്മി എതിർത്തു. നിനക്ക് വിഷമമാകുമെന്ന് കരുതിയാണ് ഞാനിത് പറയാതിരുന്നത്, അവൻ പറഞ്ഞു. അത് കേട്ട അവൾ തകർന്നുപോയി. എന്നിട്ട് മിഥുൻ എന്ത് തീരുമാനിച്ചു? അവൾ വിഷമത്തോടെ ചോദിച്ചു. എന്ത് തീരുമാനിക്കാൻ? എനിക്ക് നിന്നെ കൂടാതെ ജീവിക്കാനാവില്ല, അവൻ പറഞ്ഞു. എനിക്കും. മമ്മി ഇപ്പോൾ എനിക്ക് പെണ്ണിനെ കണ്ടിട്ടുണ്ടത്രേ. ആരാ അത്? രാജി വിഷമത്തോടെ ചോദിച്ചു. ഇവിടെ വരുന്ന രവി അങ്കിളിൻ്റെ ഏതോ ബന്ധത്തിലുള്ള കാശുകാരിയായ ഒരു പെൺകുട്ടിയാണത്രേ. ഓഹോ, അവിടം വരെ എത്തിയോ കാര്യങ്ങൾ? രാധ സത്യത്തിൽ മിഥുന്റെ വിവാഹത്തിന് വേണ്ട ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. വലിയ സാമ്പത്തികമൊന്നും ഇല്ലാത്ത തന്നെ രാധാന്റി അവഗണിച്ചതിൽ രാജിക്ക് വല്ലാത്ത നിരാശ അനുഭവപ്പെട്ടു. അമ്മയെ ധിക്കരിക്കാനുള്ള തൻ്റെ ഇടം മിഥുന് ഇല്ല എന്നവൾക്കറിയാം. ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരിക്കുകയാണ് അവൾ തൻ്റെ മൊബൈലിൽ പണ്ട് ഷൂട്ട് ചെയ്ത രാധാന്റിയുടെയും രവി അങ്കിളിൻ്റെയും കളി വീഡിയോ ഓർമ്മ വന്നത്. അന്നവൾ അത് ഡിലീറ്റ് ചെയ്തിരുന്നില്ല. ആണും പെണ്ണും കളി നടത്തുന്ന വീഡിയോ ആദ്യമായി കാണുന്നത് അങ്ങനെയാണ്. അതവൾ ഇടയ്ക്കിടെ കണ്ട് ആസ്വദിച്ചുകൊണ്ട് വിരൽ പ്രയോഗം നടത്താറുണ്ടായിരുന്നു. അപ്പോഴൊക്കെയും അത് ഡിലീറ്റ് ചെയ്യാതെ സൂക്ഷിച്ചു വെച്ചതുകൊണ്ട് നന്നായി എന്ന് അവൾക്ക് അപ്പോൾ തോന്നി. അവൾ ഉടനെ ആ വീഡിയോയുടെ ഒരു ചെറിയ ക്ലിപ്പ് രാധാന്റിയുടെ വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്തു. അല്പനേരങ്ങൾക്ക് ശേഷം രാധ രാജിയെ വിളിച്ചു. ഡി, നിനക്കിത് എവിടുന്നാ കിട്ടിയേ? വളരെ ആകാംക്ഷയോടെ അല്പം രൗദ്രഭാവത്തിൽ രാധ രാജിയോട് ചോദിച്ചു. വാതിലും തുറന്നിട്ട് കാമുകനൊത്ത് കിടക്കയിൽ കെട്ടിമറിയുമ്പോൾ ഓർക്കണമായിരുന്നു പുറത്തുനിന്നും ആരെങ്കിലും കയറി വരുമെന്ന്. അതെങ്ങനാ? പരിസരബോധം പോലും മറന്നല്ലേ രണ്ടുപേരുടെയും കാമപ്പേക്കൂത്തുകൾ അവിടെ നടക്കുന്നത്? രാജി പറഞ്ഞത് കേട്ട് രാധ അല്പസമയം ഒന്നും മിണ്ടിയില്ല. തൻ്റെ പിഴവുകൾ ഓർത്ത് അവർ അതിയായി ദുഃഖിച്ചു. നീ അത് നിന്റെ ഫോണിൽ നിന്ന് വേഗം ഡിലീറ്റ് ആക്കിക്കോ, അല്പം അധികാരഭാവത്തിൽ രാധ അവളോട് പറഞ്ഞു. എൻ്റെയും മിഥുൻ്റെയും കല്യാണത്തിൻ്റെ ഞാനവ ഡിലീറ്റ് ആക്കിക്കോളാം, പോരെ? അവളുടെ മറുപടി കേട്ടതും രാധയുടെ തലയ്ക്ക് ഒരടി കിട്ടിയതുപോലെ തോന്നി. അവൾ എല്ലാം കരുതിക്കൂട്ടിയാണെന്ന് രാധയ്ക്ക് മനസ്സിലായി. മകന് മറ്റൊരുത്തിയുമായി വിവാഹം നിശ്ചയിച്ച് കല്യാണം ഇങ്ങടുത്തു. തൻ്റെ മാനം പോകുന്ന കാര്യമായതിനാൽ രാധ രാജിയുടെ അഭിപ്രായത്തിന് വഴങ്ങി. അങ്ങനെ മിഥുൻ്റെയും രാജിയുടെയും വിവാഹം മംഗളകരമായി നടന്നു. അവൻ്റെ മൃദുല ശരീരത്തിൽ പറ്റിപ്പിടിച്ച് കിടക്കുമ്പോൾ കൗമാരത്തിൽ മൊട്ടിടുകയും യൗവനത്തിൽ പൂക്കുകയും ചെയ്ത അവരുടെ വികാരപുഷ്പങ്ങൾ ഒരു വല്ലി പോലെ അവനിൽ പടർന്നു കയറി. വിയർപ്പും ചേർന്ന് തെന്നിമാറുന്ന നിമിഷങ്ങളിൽ രാജിയെ കെട്ടിപ്പിടിച്ച് മിഥുൻ ചോദിച്ചു. മറ്റേ പെൺകുട്ടിയുമായി കല്യാണത്തിന് തയ്യാറെടുക്കുന്ന അമ്മ നീയുമായുള്ള വിവാഹത്തിന് സമ്മതിപ്പിച്ചത് എങ്ങനെയാന്നാ മനസ്സിലാകാത്തത്? അമ്മ ഒന്ന് തീരുമാനിച്ചാൽ പിന്നെ അതിൽ മാറ്റമില്ല. ഇവിടെ മാത്രം അമ്മ തോറ്റു തന്നിരിക്കുന്നു. എന്ത് മാജിക്കാ രാജി നീ കാണിച്ചത്? മിഥുൻ പതുക്കെ അവളുടെ ചെവിയിൽ ചോദിച്ചു. അതൊക്കെയുണ്ട്, എന്നാലും പറ, അവൻ അവളെ നിർബന്ധിച്ചു. മിഥുൻ ചേട്ടൻ്റെ കുഞ്ഞ് എൻ്റെ വയറ്റിൽ വളരുന്നുണ്ടെന്ന് ഒരു കള്ളം പറഞ്ഞു. അപ്പോൾ അമ്മ സമ്മതിച്ചു. അവൾ പറഞ്ഞു. രാജിയുടെ അതിബുദ്ധി അവനിഷ്ടമായി. അവർ വീണ്ടും അടുത്ത കളിയിലേക്ക് പ്രവേശിച്ചു. പിറ്റേന്ന് രാധാന്റിയുടെ മുന്നിൽ നിന്നും തൻ്റെ ഫോണിൽ ഷൂട്ട് ചെയ്ത വീഡിയോ ഡിലീറ്റ് ചെയ്തു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതീവ രഹസ്യമായിരിക്കണം. ഞാൻ പലപ്പോഴായിട്ട് കണ്ടിട്ടുണ്ട് രവി അങ്കിൾ ഇവിടെ വരുന്നതും രാധാന്റിയെ പൂശുന്നതും. എനിക്കതിലൊരു കുഴപ്പവുമില്ല. ഇനിയും രാധാന്റിക്ക് അത് തുടരാം. എനിക്കൊരു എതിർപ്പുമില്ല കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കണം എന്നുള്ള ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ മിഥുനോട് സമ്മതം ചോദിച്ചിട്ട് അറിയിക്കാം, രാജി പറഞ്ഞു. അത് കേട്ടപ്പോൾ രാധയ്ക്ക് വല്ലാത്ത സന്തോഷം തോന്നി. അവർ തൻ്റെ മരുമകളെ സ്നേഹത്തോടെ ചേർത്തണച്ചു. അങ്ങനെ രാധയ്ക്കും രാജിക്കും നല്ല കാലം തെളിഞ്ഞു.